ട്രംപ് നരേന്ദ്രമോദിക്ക് കൊടുത്തത് 8ന്റെ പണി തന്നെയാണ്. പക്ഷെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യക്ക് ഇമ്പോസ് ചെയ്യുന്നതിലൂടെ ഇന്ത്യ തകരും, ഇന്ത്യയുടെ എക്കണോമി തകരും എന്നൊക്കെ. അതൊരിക്കലുമില്ല, ഇന്ത്യ തകരമൊന്നും ചെയ്യില്ല. പക്ഷെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു ഇമ്പാക്ട് ഇതിലൂടെ സംഭവിക്കും. അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ട്രംപും നരേന്ദ്രമോദിയും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെയല്ല പറയുന്നത്. പിന്നെ ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നരേന്ദ്രമോദി ആയിരുന്നാലും ശരി, ട്രംപ് ആയിരുന്നാലും ശരി, അവർ ഓരോ സ്റ്റേറ്റിന്റെ, അതായത് ഓരോ കൺട്രിയുടെ ഹെഡാണ്, ലീഡേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ രാജ്യം തന്നെയായിരിക്കും. ഇപ്പൊ ട്രംപിന്റെ കേസിലാണെങ്കിൽ US ആയിരിക്കും അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾക്ക് US ഈ ടാരിഫ്, റെസിപ്രോക്കൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് തായ്ലൻഡുമാണ്.